ചരിത്രത്തിൻ്റെ പേജുകളിൽ ജൂൺ 2025 ഒരു കറുത്ത അധ്യായമാണ് രേഖപ്പെടുത്തുന്നത്. ഈ 12 ദിവസത്തെ തീവ്രമായ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഇറാൻ്റെ സൈനിക അടിത്തറകളെയും ന്യൂക്ലിയർ സൈറ്റുകളെയും ബാലിസ്റ്റിക് മിസൈൽ യൂണിറ്റുകളൊക്കെ ലക്ഷ്യമാക്കിയിരുന്നു. ഇറാൻ്റെ ആണവ ആശയങ്ങളെ തടയാനുള്ള ഇസ്രായേലിൻ്റെ തീവ്രമായ ശ്രമമായിരുന്നു അന്നത്. ഇതിന് പ്രതികാരമായി ഇറാൻ 180ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു. അതിൽ ഫത്താഹ് 1 ഖൈബർ ഷെഖാൻ പോലുള്ള അഡ്വാൻസ്ഡ് മിസൈലുകളൊക്കെ ഉണ്ടായിരുന്നു. ടെലവീവ്, ജെറുസലേം, ഹൈഫ തുടങ്ങിയ നഗരങ്ങളിൽ പോലും സൈറനുകൾ മുഴക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് സിവിലിയന്മാർ ഭീതിയിൽ ബങ്കറുകളിലേക്ക് ഒളിക്കേണ്ടി വന്നു. യുദ്ധത്തിൽ 500ലധികം പേർക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടു. അതിൽ 70% സിവിലിയന്മാരായിരുന്നു. ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ ഗോഡ് എന്ന് പേരിട്ട ആക്രമണം ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ 5 മുതൽ 7 വർഷം വരെ പിന്നോട്ട് തള്ളിയെന്നാണ് ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നത് അത് വെറും താൽക്കാലിക തടസ്സം മാത്രമാണെന്നാണ്. എന്തു തന്നെയായാലും ഇന്ന് ഒക്ടോബർ 2025 ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പിരിമുറുക്കം വീണ്ടും കനത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു പുതിയ അധ്യായമാണ് തുറക്കാനിരിക്കുന്നത് എന്ന ആശങ്കയാണ് നമുക്ക് കിട്ടുന്നത്. ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഇത് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സമതുലനത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാറിൻ്റെ ISWൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ഇറാൻ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിന് മുൻഗണന നൽകുന്നു എന്നുള്ളതാണ്. ഒരു യുദ്ധവിരാമത്തിന് തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. എന്നാൽ ഇതൊരു തന്ത്രപരമായ നീക്കമാണോ അതോ യഥാർത്ഥ സമാധാന ശ്രമമാണോ എന്നതാണ് ചോദ്യം. ഇസ്രായേലിനെ മുൻനിർത്തി പറയുമ്പോൾ അതൊരിക്കലും ഒരു സമാധാന ശ്രമമാകാൻ യാതൊരു സാധ്യതയുമില്ല. ISWയുടെ വിശകലനത്തിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ പുനർനിർണ്ണയിക്കുകയാണ്, പ്രത്യേകിച്ച് ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭീഷണികളെ നേരിടാൻ വേണ്ടി. പക്ഷേ ഇറാൻ കടുത്ത നിലപാടിലാണ്. തങ്ങളുടെ പ്രാദേശിക ആധിപത്യം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന കൃത്യമായ നിലപാടിലാണ് ഇറാൻ നിലകൊള്ളുന്നത്. ഇറാൻ്റെ ഗാർഡിയൻ കൗൺസിൽ ഒക്ടോബർ 1 പാസാക്കിയ പുതിയ നിയമം തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്നവർക്ക് 10 വർഷം തടവ് മുതൽ മരണശിക്ഷ വരെ ഈ നിയമം ഉറപ്പുവരുത്തുന്നു. ഈ നിയമം ഇറാൻ്റെ ആഭ്യന്തര സുരക്ഷയെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം രഹസ്യാന്വേഷണ ശൃംഖലകളെ വിപുലീകരിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഗാർഡിയൻ കൗൺസിലിൻ്റെ പുതിയ തീരുമാനം ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ സ്വാധീനത്തിന് കൂടുതൽ ശക്തിയും നൽകുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുമുണ്ട്. ഇത് ഇറാൻ്റെ ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്തുകയാണ്. പക്ഷേ US ഇസ്രായേൽ സഖ്യത്തോടുള്ള വൈരാഗ്യം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ നിയമപ്രകാരം ഇസ്രായേലിന് വിവരങ്ങൾ നൽകുന്നവർ, സാമ്പത്തിക സഹായം ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള സഹകരണം നടത്തുന്നവരെയൊക്കെ ഈ നിയമം ലക്ഷ്യമിടുന്നുണ്ട്. ഇത് ഇറാനിലെ വിദേശ ചാരവൃത്തികളെ തടയാൻ സഹായിക്കുമെങ്കിലും അന്താരാഷ്ട്ര ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. മറ്റൊന്ന്, കോക്കേഷ്യസ് പ്രദേശത്ത് USഉം ഇസ്രായേലും വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അബ്ഖാസിയയിലും സൗത്ത് സെറ്റിയയിലും അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിക്കുകയാണ്. നാറ്റോയുടെ വിപുലീകരണം കൂടുതൽ വേഗത്തിലുമാവുന്നുണ്ട്. ഈ പ്രദേശങ്ങൾ റഷ്യയുടെ സ്വാധീന മേഖലയായിരുന്നെങ്കിലും യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ US തന്ത്രപരമായാണ് ഇവിടെ മുന്നേറുന്നത്. ഇസ്രായേൽ അസർബൈജാനുമായുള്ള സഖ്യം ശക്തിപ്പെടുത്തി ആയുധ വ്യാപാരവും സൈനിക പരിശീലനവും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് ഇറാൻ്റെ വടക്കൻ അതിർത്തികളെ ഒരേ സമയം ഭീഷണിപ്പെടുത്തുന്നു. കാരണം കൊക്കേഷ്യസ് ഇറാൻ്റെ പ്രധാന വ്യാപാര പാതകളിലൊന്നാണ്. കാസ്പിയൻ സമുദ്രത്തിലൂടെയുള്ള എണ്ണ വിതരണം പോലും ഇത് തടസ്സപ്പെടുത്തിയേക്കാം. ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കും. കാസ്പിയൻ സീയിലെ എണ്ണപ്പാടങ്ങൾ ഇറാൻ, റഷ്യ, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നിർണായകമാണ്. ഏതെങ്കിലും ഒരു സംഘർഷം ഇവിടെ സംഭവിച്ചാൽ ലോക എണ്ണ വിലയെ തന്നെ ഇത് ഉയർത്തിയേക്കാം. കൂടാതെ ഈ പ്രദേശത്തെ ജോർജിയ, ആർമീനിയ തുടങ്ങിയ രാജ്യങ്ങളിലെ അസ്ഥിരത ഇറാൻ്റെ അതിർത്തി സുരക്ഷയെ കൂടുതലായിട്ടും ബാധിക്കുന്നുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ സമാധാനം പറയുന്നുണ്ടെങ്കിലും സൈനിക ശക്തി അതേസമയം കൂട്ടിക്കൊണ്ടുവരികയാണ്. അതേസമയം ഇറാൻ റഷ്യയുമായുള്ള സഖ്യവും ശക്തിപ്പെടുത്തിക്കൊണ്ടുവരികയാണ്. S-400 എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ അപ്ഗ്രേഡ് ചെയ്തും പുതിയ മിസൈൽ ടെക്നോളജികൾ വികസിപ്പിക്കുന്നുമുണ്ട്. ഈ S-4 സിസ്റ്റങ്ങൾ ഇസ്രായേലിൻ്റെ F-35 ഫൈറ്റർ ജെറ്റുകളെ പോലുള്ള ആധുനിക വിമാനങ്ങളെ തടയാൻ ശേഷിയുള്ളതാണ്. ഇത് ഇറാൻ്റെ വ്യോമ പ്രതിരോധത്തെ പുതിയ തലത്തിലേക്കും എത്തിക്കാം. ന്യൂക്ലിയർ പ്രോഗ്രാം ത്വരിതപ്പെടുത്തിക്കൊണ്ട് നഡാസ്, ഫോഡോ തുടങ്ങിയ സൈറ്റുകളിൽ പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുന്നുണ്ട്. IAEAയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത് യുറേനിയം സമ്പന്നീകരണം 90% വരെ അടുത്തെത്തി എന്നുള്ളതാണ്. ഇത് ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ തലത്തിലേക്ക് അടുക്കുന്നതിൻ്റെ സൂചനയും കൂടിയാണ്. IAEAയുടെ ഇൻസ്പെക്ടർമാർക്ക് പരിശോധനകൾക്ക് തടസ്സങ്ങൾ നേരിട്ടതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിലാണ് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ യുറേഷ്യ റിപ്പോർട്ടും പറയുന്നത് ഇസ്രായേൽ ആക്രമണത്തിൻ്റെ സാധ്യത 65% പക്ഷേ ഹൈബ്രിഡ് ആക്രമണങ്ങളായിരിക്കും ഇത്, ഒരു യുദ്ധമായിരിക്കില്ല. ഈ ഹൈബ്രിഡ് ആക്രമണങ്ങൾ എന്ന് പറയുന്നത് സൈബർ തലത്തിലുള്ള പ്രോക്സി ഗ്രൂപ്പുകളിലൂടെയുള്ള ഭീഷണികൾ, അതുപോലെ സാമ്പത്തിക ഉപരോധങ്ങൾ എന്നിവയൊക്കെ ആയിരിക്കാം.
യമനിലെ ഹൂതികൾ, ലെബനനിലെ ഹിസ്ബുള്ള, സിറിയയിലെ മിലിഷ്യകൾ തുടങ്ങിയവയിലൂടെ ഇറാൻ വലിയ രീതിയിൽ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ ആഘാതം ലോക സമ്പദ് വ്യവസ്ഥയിലും പ്രതിഫലിച്ചേക്കാം. പശ്ചിമേഷ്യയിലെ എണ്ണ വിതരണ ശൃംഖലകൾ തടസ്സപ്പെട്ടാൽ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കും ഗുരുതരമായ പ്രതിസന്ധി നേരിടേണ്ടി വരും. UN സെക്യൂരിറ്റി കൗൺസിലിലെ ചർച്ചകൾ കൂടുതൽ കടുപ്പമേറിയതുമാകുന്നുണ്ട്. റഷ്യയും ചൈനയും ഇറാനെ പിന്തുണയ്ക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും മറുവശത്ത് മറ്റു പലതും പദ്ധതികൾ ഇടുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.